എനിക്ക് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. 5 കൊല്ലമായി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഈ യാത്രയിൽ പണ്ട് തൊട്ടേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോഴും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടണം. ഒക്ടോബർ 2019 ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ഓപ്പോ F7ൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുത്ത് അതിൽ തന്നെ ഒരു പവർ ഡയറക്ടറിൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഓപ്പോ F7 എന്നോട് എനിക്ക് വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, എന്നെ കൊണ്ട് എഡിറ്റിങ്ങിൻ്റെ പരിപാടി ചെയ്യിപ്പിക്കരുത് എന്ന് അപേക്ഷിച്ചപ്പോൾ ഞാനത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി. പക്ഷേ 2018 പ്രളയത്തിൽ പോയിരുന്ന ഒരു കമ്പ്യൂട്ടർ ആയിരുന്നു അത് എന്നുള്ളതുകൊണ്ട് ആ ഒരു കമ്പ്യൂട്ടറിന് എഡിറ്റിംഗ് എന്താണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിന് മുന്നേ അത് അടിച്ചുപോയി. 2018 പ്രളയത്തിന് ശേഷം അടുത്ത കൊല്ലം എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആണെന്നും അതിന് പ്രൊജക്റ്റ് ചെയ്യണമെന്നും അതിനായി ഒരു ലാപ്ടോപ്പ് നിർബന്ധമായും വേണ്ടിവരും എന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് 50,000 രൂപ ചിലവാക്കി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ചു. അതാണ് നമ്മുടെ ആസൂസിന്റെ F15. ഇവൻ ഇന്നും എൻ്റെ കൂടെയുണ്ട്, പക്ഷെ ആള് വെന്റിലേറ്ററിലാണ്. ജീവനുണ്ട്, പക്ഷെ പ്രയോജനമില്ല. ഇടയ്ക്ക് എണീക്കുമ്പോൾ ആഞ്ഞ് ശ്വാസം വലിക്കുന്ന ശബ്ദം കേൾക്കാമെങ്കിലും അത് അപ്പോൾ തന്നെ നിൽക്കുകയും ആള് വീണ്ടും കോമാ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. എങ്കിലും ആയ കാലത്ത് ഇവനെ കൊണ്ട് എടുപ്പിക്കാത്ത പണിയൊന്നുമില്ല. അന്ന് ഞാൻ എഡിറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചു അഡോബ് പ്രീമിയർ പ്രോയിൽ. ക്യാഷ് ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് ഒരേ ഒരാളുണ്ടായുള്ളൂ, ടെലഗ്രാം. അതിനുള്ളിൽ ഏതോ ഒരു ഗ്രൂപ്പിലെ ഏതോ ഒരു മഹാനിട്ട ക്രാക്ക് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് എഡിറ്റിംഗ് പഠിച്ചത്. ചാനലൊക്കെ തുടങ്ങി സന്തോഷമായി അത്യാവശ്യം വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാണ് 2020 അത് സംഭവിച്ചത്. യെസ്, ഓപ്പോ F7 നമ്മളിവിടെ പിരിഞ്ഞു. മരണത്തിന് ദിവസങ്ങൾക്ക് മുന്നേ ആളുടെ ബാറ്ററിയൊക്കെ ഭയങ്കരമായിട്ട് വീർത്ത് സ്ക്രീനൊക്കെ പുറത്തേക്ക് ചാടിയ അവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ യൂട്യൂബിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടും ഒരു ഫോൺ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ടും അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു ഫോൺ അത് ഐഫോൺ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാനും എടുത്തു അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 10. എന്നൊക്കെ തള്ളണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൈ കാശില്ലാത്തതുകൊണ്ട് iPhone 10 പോയിട്ട് 10R പോലും മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു iPhone 8 വാങ്ങി 64 GB. ആ ഫോണിലെ ഫ്രണ്ട് ക്യാമറ വെച്ചായിരുന്നു പിന്നീട് മുന്നോട്ടുള്ള യാത്ര. രാവിലെ അന്നത്തിന് വേണ്ടി പണിയെടുക്കും, രാത്രി പാഷന് വേണ്ടി പണിയെടുക്കും. വീട്ടിൽ ബാക്കി വന്നിരുന്ന PVC പൈപ്പുകളൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കി. സൗകര്യത്തിലെ 2-3 LED ബൾബുകൾ ഊരിയെടുത്ത് നമ്മളതിനെ ലൈറ്റാക്കി. അങ്ങനെ വീഡിയോസ് എടുത്തെടുത്ത് നമ്മൾ 10K സബ്സ്ക്രൈബർ, 20K, 30K സബ്സ്ക്രൈബേഴ്സോളം എത്തി തുടങ്ങി. അങ്ങനെ ചാനൽ മോണിറ്റൈസ് ആയി പൈസ വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ ടീമിലേക്ക് പുതിയൊരു അതിഥി എത്തി. യെസ്, കൊഡാക്കിൻ്റെ ഒരു വലിയ റിംഗ് ലൈറ്റ്, കൂടെ ശബ്ദം നന്നാക്കാനായി ഒരു ബോയ M1 മൈക്കും. അങ്ങനെ നമ്മൾ നിരന്തരം പരിശ്രമിച്ച് വീഡിയോസൊക്കെ ഇട്ട് 50K സബ്സ്ക്രൈബേഴ്സായി. ആൻഡ് മെയ് 2021 നമ്മുടെ ചാനലിൽ 100K സബ്സ്ക്രൈബേഴ്സായി. യെസ്, ആദ്യത്തെ സിൽവർ പ്ലേ ബട്ടൺ ഇതായിരിക്കുന്നു. സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ചാനൽ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഐഫോണിലെ ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുന്ന പരിപാടി അത്ര കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളതുകൊണ്ട് ഓഗസ്റ്റ് 2021 നമ്മുടെ കൂടെ കൂടിയ അതിഥിയാണ് ഇവൻ. യെസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്യൂജി ഫിലിമിൻ്റെ XT200. ഏകദേശം 100K സബ്സ്ക്രൈബേഴ്സോളം ആയപ്പോൾ കിട്ടിയ റവന്യൂ എല്ലാം കൂട്ടിവെച്ചാണ് നമ്മൾ ഈ ഒരാളെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തിയത്. ഏകദേശം 50,000 രൂപയാണ് ഇവന് കൊടുത്തത്. 15,000 രൂപ മുടക്കിയാണ് ഇവനൊരു 35 mm ഒരു ലെൻസും കൂടി വെപ്പിച്ചത്. അങ്ങനെ ടീമിലേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായി പുതിയൊരുത്തൻ വന്നു എന്ന കാര്യം iPhone 8 അറിഞ്ഞപ്പോൾ അവന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കഷ്ടി നിൽക്കുന്ന ബാറ്ററി പിന്നീട് അര ദിവസമായി, അതിനുശേഷം ഒരു 3-4 മണിക്കൂറായി. അങ്ങനെ അവൻ എന്നെ ചതിച്ചു തുടങ്ങി. പക്ഷെ ക്യാമറ വന്നതോടുകൂടി കുറച്ചുകൂടി നല്ല വീഡിയോസ് നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റിയത് കൊണ്ട് നമ്മൾ മെല്ലെ iPhone 8 അങ്ങ് ഒഴിവാക്കി. പക്ഷേ അവന് പകരം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് പുതിയൊരുത്തനെടുത്തു iPhone 12. iPhone 12 നമ്മുടെ ക്യാമറയും വന്നേ പിന്നെ ഒരുപാട് ഹൈ ക്വാളിറ്റി വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ട് നമ്മുടെ ചാനലിൽ ഏറ്റവും കുറവായി ആ ഒരു സമയത്ത് ഉണ്ടായ കാര്യം നമ്മൾക്ക് ഒരേ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. യെസ്, നമ്മുടെ കൂടെ കൂടിയ ആ ഒരു റിംഗ് ലൈറ്റ്. ആ സമയത്താണ് നമ്മുടെ ചാനലിലേക്ക് അപ്പേച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് കൊളാബറേഷനായിട്ട് വരുന്നത്. അവർ നമ്മൾക്ക് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വലിയ ലൈറ്റ്, ഇവിടെ കാണുന്ന ലൈറ്റ്, പുറകിൽ കാണുന്ന നീല ലൈറ്റ്, ഇതെല്ലാം നമ്മൾക്ക് ഏകദേശം 4 കൊല്ലം മുന്നേ അപ്പർച്ചർ എന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നതാണ്. ഇന്നും ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ 2022 വീണ്ടും നമ്മൾ കുറച്ചുകൂടി പ്രോ ആവാനായി വലിയ വലിയ യൂട്യൂബർമാർ ഉപയോഗിക്കുന്നത് പോലെയുള്ള വെള്ള ടേബിൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി അന്ന് കാലത്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ഞാൻ പുറത്ത് അങ്ങ് ഹൈദരാബാദിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി. യെസ്, IKEAയിൽ നിന്നുള്ള ഈ ഒരു ടേബിൾ. ഇവൻ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വയ്യായികയൊക്കെ തുടങ്ങി, ഇവൻ്റെ കാലൊക്കെ അത്ര ശരിയൊന്നുമല്ല, ആട്ടവും കുലുക്കും ഒക്കെ ഉണ്ടെങ്കിലും വലിയ ഉറപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്ന
പറ്റുന്നത് അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ അസൂസ് കുട്ടന് ഒരു വയ്യായിക. എന്താണെന്നറിയില്ല, അവന് പനി പിടിച്ചു, ഭയങ്കര ടെമ്പറേച്ചറായി, ഇടയ്ക്ക് അവൻ അലറാൻ തുടങ്ങി, ആഞ്ഞ് ശ്വാസം എടുക്കാൻ തുടങ്ങി, അനങ്ങുന്നില്ല, ഇടയ്ക്ക് ഭയങ്കര ക്ഷീണം, ഉറങ്ങുന്നു, ഉറക്കത്തിലും ശ്വാസം എടുക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. അങ്ങനെ അവനെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് അവനെന്തോ മാരകമായ അസുഖമുണ്ട്, അവൻ്റെ മദർ ബോർഡ് ഏകദേശം അടിച്ചു പോകാറായിരിക്കുകയാണ്, അവനെക്കൊണ്ട് ഇനി വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള പരിപാടികളൊന്നും ചെയ്യിപ്പിക്കരുത്, ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അധികകാലം അവൻ ഉണ്ടാവില്ല എന്ന്. വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു. അത്യാവശ്യം പൈസ മുടക്കി അവനെ രക്ഷപ്പെടുത്താമെന്ന് നോക്കിയപ്പോൾ അവർ വലിയ ഹോപ്പൊന്നും നമ്മൾക്ക് പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അവനെ കൊണ്ട് ഇനി വലിയ പണികളൊന്നും എടുപ്പിക്കേണ്ട, അവന് പകരമായി പുതിയൊരുത്തനെ റിക്രൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് iPhone 12 ഉള്ളതുകൊണ്ട് അവന് കൂട്ടായി നമ്മൾ മേടിച്ചു ഒരു MacBook Air M1 2020. പക്ഷേ ഏകദേശം 4 കൊല്ലത്തോളമായി അവൻ നമ്മുടെ കൂടെ കൂടിയിട്ട് ഇന്നും 4K വീഡിയോസൊക്കെ സുഖമായിട്ട് അവൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അവനെ വാങ്ങിയ സമയത്ത് അവന് ഈ മെമ്മറി കാർഡൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് അവനൊരു കൂട്ടായി നമ്മളൊരു ബെൽക്കിൻ്റെ ഡോങ്കിൾ വാങ്ങി. പിന്നെ ഡോങ്കിളിലൂടെ ആയിരുന്നു പരിപാടികളെല്ലാം. കാരണം എഡിറ്റ് ചെയ്യാൻ ഡെഫിനറ്റ്ലി ഒരു മൗസ് വേണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൗസ് നല്ല ലൈറ്റും കളറൊക്കെ കത്തുന്ന എക്സ്മേറ്റ് എന്ന് പറഞ്ഞ ഏതോ ഒരു ബ്രാൻഡിൻ്റെ സോറോ എന്ന് പറഞ്ഞ മൗസാണ്. അന്ന് കാണാൻ ലുക്കുള്ളതുകൊണ്ട് നമ്മളത് മേടിച്ചുവെങ്കിലും നമ്മുടെ പർപ്പസിന് അവൻ നല്ലതായിരുന്നു. അവൻ കുറേ കാലം ഓടിയെങ്കിലും അവൻ ഏറ്റവും ഇഷ്ടമുണ്ടായത് അസൂസ് ആയിരുന്നു. പക്ഷേ അസൂസ് കുട്ടന് വയ്യാതെ ആയപ്പോൾ അവന് മാക്കിൻ്റെ ഒപ്പം പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് അവൻ രാജിവെച്ച് പോയപ്പോൾ അവന് പകരക്കാരനായി നമ്മൾ ടീമിലെടുത്ത ആളാണ് ലോഗിടെക്കിൻ്റെ MS Master 2S. അവന് ബാക്കി കമ്പനികളിലൊക്കെ പോയി അവന് ജോലി കിട്ടുന്നുണ്ടായില്ല. കാരണം എല്ലാവർക്കും USB-C മതി, അവൻ മൈക്രോ USB ആണ്. പക്ഷേ അവൻ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസം ചാർജ് നിൽക്കുന്നുള്ളതുകൊണ്ട് നമ്മൾക്കൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ ഇങ്ങെടുത്തു. ഇന്നും അവൻ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിന്നുകൊണ്ടാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് ആഡ്കോം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവനെ നമുക്ക് അയച്ചു തന്നത്. ഇവൻ ഒരു ഗെയിമിംഗ് ചെയറാണ്, നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. അന്ന് തൊട്ട് ഇവൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവനും ടീമിൻ്റെ ഒരു ഭാഗമായി. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 600-700K ഒക്കെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ മൈക്രോഫോണിന് ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മൾ പലതരം മൈക്രോഫോൺസിൻ്റെ സെറ്റപ്പുകൾ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ പോർട്ടബിലിറ്റി ഒരു പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഇവരെയൊക്കെ കൊണ്ട് പല സ്ഥലങ്ങളും നമ്മൾ കറങ്ങാൻ പോകുമായിരുന്നു. ഡൽഹി, മുംബൈ, അങ്ങനെ ഇവൻറ്റ്സ് ഒക്കെ പോകുമായിരുന്നു. അന്നൊക്കെ മൈക്രോഫോൺ മാത്രമായിരുന്നു നമ്മൾക്കൊരു ബുദ്ധിമുട്ടായി ഉണ്ടായത്. അപ്പോൾ ബോയന് റിട്ടയർ ആവാൻ സമയമായി എന്നുള്ള സമയത്താണ് ഇവനെ ഞാൻ വാങ്ങിയത്. ഇത് DJIൻ്റെ മൈക്കാണ്. ഭയങ്കര ഡിമാൻഡായിരുന്നു ഇവന്. 20,000 രൂപ കൊടുത്താലേ അവൻ വരുള്ളൂ എന്ന് പറഞ്ഞാണ് മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് വേറെ അവിടെ ഇവിടെയൊക്കെ കുത്തി വയറിനൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇവനും നമ്മുടെ ടീമിൻ്റെ ഒപ്പം 700K ഒക്കെ ആയപ്പോഴാണ് കൂടിയത്. അങ്ങനെ നമ്മുടെ സെറ്റപ്പ് എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം മുന്നേ ആരൊക്കെയാണ് ഉണ്ടായത് അവരൊക്കെ തന്നെയാണ് ഇന്നും നമ്മുടെ ചാനലിൽ പ്രധാനമായ ഘടകങ്ങളായിട്ട് ഓടി നടക്കുന്നത്. ഈവൻ ആ പുറകിൽ കാണുന്ന ഷെൽഫൊക്കെ 2020-ലോ കൂടിയാണ്. അവൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ അല്ലറ ചില്ലറ അവന് കമ്പനിക്കായി കുറേ ആൾക്കാരൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അതിനിടയിൽ നമ്മൾ നിയോൺ അൺഫിൽറ്റേർഡ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടി തുടങ്ങി. എൻ്റെ ആ ഒരു ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ പ്ലേ ബട്ടനും കൂടി വന്നു, സിൽവർ. അപ്പോൾ ആ ചാനലിന് വേണ്ടിയും കൂടി ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് ഇവന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഫ്യൂജിക്ക് ഒരാളും കൂടെ കൂട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരുത്തനെയും കൂടെ ടീമിലെടുത്തത്, നമ്മുടെ DJI Osmo Pocket 3. ക്രിയേറ്റർ കോംബോ ആയിരുന്നു. അതുകൊണ്ട് ക്രിയേറ്റർ കോംബോ വാങ്ങിച്ചു. അവൻ്റേതായ മൈക്കും അവൻ്റേതായ കുറച്ച് സെറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പമാണ് അവൻ വീഡിയോസൊക്കെ എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ടെക് ചാനലിലെ മെയിൻ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത് ഇവനും പിന്നെ ഇവൻ്റെ കൂടെ നമ്മുടെ iPhone 12 ആണ് B-rolls ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ iPhone 12 ഇതേമാതിരി കുറച്ച് മടി കാണിച്ചു തുടങ്ങി ബാറ്ററിയുടെ കാര്യത്തിലൊക്കെ. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം നമ്മൾ iPhone 15 Plusനെ നമ്മുടെ ടീമിലേക്ക് എടുത്തു. അവൻ എല്ലാത്തരം പണിയും എടുത്തോളും. B-roll എടുക്കാൻ, A-roll എടുക്കാൻ, ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ, ബാറ്ററി നിൽക്കുന്ന കാര്യത്തിൽ എല്ലാത്തിനും അവൻ മുന്നിലായിരുന്നു. എന്നാൽ അവനെ കൊണ്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായി. ഉദാഹരണത്തിന് ഇപ്പോൾ ഷോറൂമിലൊക്കെ പോയി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ട്രൈപോഡിലൊക്കെ വെച്ച് ഇവനെ കൊണ്ട് ഫോക്കസ് ഒന്നും ശരിയാവില്ല. ഇപ്പോൾ ഈ ഒരു ഫ്രെയിമിംഗ് ഒന്നും. അപ്പോഴാണ് നമ്മുടെ DJI അതിൽ ട്രാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവൻ നോക്കിയും കണ്ടുമൊക്കെ 4Kയിലൊക്കെ എടുത്തോളും. അപ്പോൾ ആ പരിപാടിയൊക്കെ DJI ചെയ്യും. പിന്നീട് കഴിഞ്ഞ സെപ്റ്റംബറിൽ iPhone 16 സീരീസ് ഇറങ്ങിയ സമയത്ത് എനിക്ക് മാറ്റണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ആദ്യം ഒരു പഴയ മോഡൽ iPhone 8 നിന്ന് തുടങ്ങി. പിന്നീട് ആ വർഷത്തെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ളതിൽ ബേസ് മോഡലായിട്ടുള്ള iPhone 12 മേടിച്ചു. പിന്നീട് 12-നേക്കാൾ കുറച്ചുകൂടി മുകളിലുള്ള 15 പ്ലസ് നമ്മൾ മേടിച്ചു. ഇനി നമ്മൾക്ക് ഒരു പ്രോ ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു തോന്നൽ വന്നപ്പോൾ iPhone 15 ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു. ഇപ്പോൾ അവൻ്റെ കൂടെയാണ്. പകരം നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്തേക്കുവാണ് iPhone 16 Pro. 15 പ്ലസിൻ്റെ സ്വഭാവം നല്ലതായിരുന്നു. 16 Proയ്ക്ക് ഭയങ്കര ജാടയാണ്. ഇടയ്ക്കൊക്കെ അവൻ വീഡിയോ എടുക്കും, പക്ഷേ തരത്തില്ല എന്ന് പറയും. വേണമെങ്കിൽ അവന് തോന്നുമ്പോൾ അവൻ ഡിലീറ്റ് ചെയ്ത് കളയും. അവൻ അല്ലറ ചില്ലറ ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോ ഫോണല്ലേ, പക്ഷെ അവൻ തന്നെയാണ് നമ്മുടെ വീഡിയോ B-rollsഉം കാര്യങ്ങളെല്ലാം ഇപ്പോഴും എടുത്തു പോകുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനലിൽ വന്ന ഏറ്റവും ആദ്യത്തെ എംപ്ലോയി അത് വേറെ ആരുമല്ല, ഈ കാണുന്ന Amazon Basicsൻ്റെ ട്രൈപോഡാണ്.
ഇവനെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടോ എന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് ഒരു മടിയും കൂടാതെ നമ്മുടെ കൂടെ കൂടിയതാണ്. ഏകദേശം 5 കൊല്ലമായിട്ടും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ കൂടെ അവനുണ്ട്. അവൻ്റെ കൂടെ കൂട്ടിന് വേറെ ട്രൈപോഡുകളൊക്കെ വന്നു. പക്ഷേ മിക്കപ്പോഴും ഫോണൊക്കെ കുത്തി വീഡിയോ എടുക്കണമെങ്കിൽ ഇവൻ തന്നെയാണ് നമുക്ക് മെയിൻ. ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് നമ്മുടെ ടീമിൽ ആരൊക്കെയാണ് പുറകെ പണിയെടുക്കുന്നത് എന്ന് നിങ്ങൾ അറിയണമല്ലോ. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാക്കിൻ്റെ ആപ്പിൾ കെയർ പ്ലസ് ഏകദേശം 3 വർഷത്തിന് വേണ്ടി എടുത്തു വെച്ചതൊക്കെ തീരാറായി. പിന്നെ നമ്മൾ ഇൻസ്റ്റാ 360 ഇടയ്ക്ക് വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അവൻ്റെ ഒരു 8K വീഡിയോ ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ലേശം മാക്കിനൊരു പനിയൊക്കെ പിടിച്ചു. ഇപ്പോൾ ആളൊക്കെയാണ്. എന്നാലും ആൾക്കൊരു കൂട്ടിന് വേണ്ടി പുതിയൊരുത്തനെയും കൂടെ നമ്മൾ ടീമിലെടുത്തിട്ടുണ്ട്. നമ്മുടെ iPad Air M2 മാക്കിനെ കൊണ്ട് തന്നെയാണ് മെയിനായിട്ട് പണിയെടുപ്പിക്കുന്നത്. അവന് പണിയെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു സഹായത്തിന് വേണ്ടിയാണ് ഇവനെ കൂട്ടിയത്. എന്തായാലും പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ, ഇൻറ്റേൺഷിപ്പിലാണ്, കുറച്ച് നാൾ കഴിയട്ടെ, എന്നിട്ട് ഞാൻ ഇവനെ പറ്റി അഭിപ്രായം പറയാം. എന്തായാലും താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ ചാനൽ ഫൈനലി 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുവാണ്. എനിക്ക് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല. 5 കൊല്ലമായി നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. തുടക്കകാലത്ത് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് തൊട്ട് നമ്മുടെ കൂടെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ചാനലിലുണ്ട്. എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഇനിയും ഇതേപോലെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി ഇടുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.